നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29-ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള, രണ്ടാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തത് ആണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലെ? അന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ 30-ാമത്തെ വാക്യത്തിലാണ്. 30-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പൊ ഇവിടെ മനുഷ്യപുത്രൻ, അല്ലെ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു. ഇനി രണ്ടാമത് വരുമ്പോൾ അവൻ മനുഷ്യനായി വെളിപ്പെടുകയാണ്, അല്ലെ? ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാരണം അവൻ മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെയും ഏകനായ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. മനുഷ്യപുത്രന്റെ അടയാളം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നതാണ് പുത്രത്വത്തെ കാണിക്കുന്നത്. അപ്പോൾ ആകാശത്ത് മനുഷ്യപുത്രന്റെ അടയാളവും ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്, അല്ലെ? കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത തന്നെയാണ്. കർത്താവിന്റെ വരവുകൾ എത്ര ഭയങ്കരമേറിയതായിരിക്കും, അല്ലെ? പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് കർത്താവിന്റെ വരവ്. കാരണം അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മേഘങ്ങളിൽ മേൽ, അല്ലെ? മത്തായിയുടെ സുവിശേഷം 26-ന്റെ 24-ൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 24-ൽ നമ്മൾ വായിക്കുകയാണ്. 24-ാമത്തെ വാക്യത്തില് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് നമുക്ക് അവിടെ 64-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, 64-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നു, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വലതുകരത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ്. ആ വലതുകരം നമുക്കായി ഇറങ്ങി വന്നു, മനുഷ്യനായിട്ട് ദൈവത്തിന്റെ വലതുകരം നമുക്കായി ഇറങ്ങി വന്നു, അല്ലെ? അതാണ് നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആ വെളിപ്പെട്ട കരം മനുഷ്യനായി ദൈവം വെളിപ്പെടുന്നതിനെ കുറിച്ചാണ്. ആ വലത് കരത്തെ കുറിച്ച്, ആ വലത് ഭാഗത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 7:13 നമ്മൾ വായിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. അപ്പം രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായത്. ചില ആളുകൾ വാദിക്കുന്നുണ്ട്, എന്താണ്, ജെറുസലേമിൽ ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഇല്ല, കാരണം അവനൊരു പുത്രനാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന രാത്രി ദർശനം മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളിലൂടെ വരുന്നത് കണ്ടു. അപ്പൊ ദൈവം നേരത്തെ തന്നെ മനുഷ്യനായിട്ട് വെളിപ്പെടാറുണ്ട്. മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടു,
അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ദാനിയേൽ ദർശനങ്ങളിൽ വെളിപ്പെടുന്നു. അങ്ങനെയെല്ലാം ദൈവം വെളിപ്പെടുന്നുണ്ട്. ദൈവം വെളിപ്പെടാതെ ഇരിക്കുന്നില്ല. പലരുടെയും അഭിപ്രായത്തിൽ എന്താണ്, രണ്ടാമത്തെ വ്യക്തിത്വമാണ് ഈ വെളിപ്പെടുന്നതെന്നാണ് എല്ലാവരുടെയും ചിന്ത. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിത്വമാണ് എങ്കിൽ കർത്താവായ യേശുക്രിസ്തു അത് പറഞ്ഞേനേമായിരുന്നു. ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ താൻ തന്നെയായിരുന്നു മനുഷ്യൻ, ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശുക്രിസ്തു എന്നതിന്റെ പൂർണ്ണമായ തെളിവ് അവിടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തിത്വമല്ല. 1 തെസ്സലോനിക്കർ 4:17 നമ്മൾ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:17 നമ്മൾ വായിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് എപ്പോഴും ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഒന്നാം വരവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഭയങ്കരമായ ശക്തിയോടെയുള്ള ആ വരവ്. കാരണം ഇത്രയും നാളും വന്നപ്പോൾ എന്താണ്, ഭൂമിയിൽ വന്ന എന്താണ്, അച്ഛന്റെ മകനായിട്ട് മറിയല്ലേ മറിയയുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി നിന്ദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുപാട് നിന്ദിച്ചു, ആരും അറിയാതെ. പക്ഷേ ആ വരവല്ല ഇനി അവൻ വരുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ ഒന്നാം വരവിൽ നിന്ന് തികച്ചും പ്രശസ്തമായ ഒന്നായിരിക്കും അവന്റെ രണ്ടാം വരവ്. തന്റെ മഹത്വം വെടിഞ്ഞ് സൗമ്യമുള്ളവനായി നിസ്സഹായനെ പോലെ കാണപ്പെടും എന്നുള്ള വിധേയമായിരുന്നു അവൻ അന്ന് വന്നതെന്നുള്ളതാണ് അവനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? അവൻ അന്ന് മുൾക്കിരീടധാരിയായിട്ട് പോയെങ്കിൽ പൊൻകിരീട ചൂടിയവനായി രാജാവായി അവൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ദൈവം മനുഷ്യനായി തീരുകയായിരുന്നു, അല്ലെ? ആ ദൈവത്തിന്റെ വലതുകരം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ വലതുകരം വെളിപ്പെട്ടു, മനുഷ്യനായി വെളിപ്പെട്ടു, നമ്മുടെ ഇടയിലേക്ക് കിടന്നു വന്നു. അതായിരുന്നു യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായ ഒരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, രണ്ടാമത്തെ ആളാണ് എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ പഠിപ്പീര് തന്നെയാണ് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ മറന്നു പോകരുത്. അപ്പോ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ അത്തിയെ ഒരു ഉപമയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ അത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അത്തി വൃക്ഷം ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നതാണ്. യിരെമ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീന്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീം യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരൂശലേമിൽ നിന്നും ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു. ആ ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്ര നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം, എത്രയോ നല്ലതും ആകാത്തതും എത്രയും ആകാത്തതും
തിന്നുകൂടാതെ വണ്ണം ചീത്ത ഇത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയായതുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തു നിന്നും കൽദേറ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. അപ്പോ അവിടെ യിരെമ്യാവിനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തെ അത്തിപ്പഴത്തോട് ഉപമിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി യോവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. ശക്തി ഉള്ളതും സംഖ്യയില്ലാത്ത ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. ഇനി ഹോശേയയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഹോശേയയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽ പെയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു. അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ തന്നെ 21-19 നമ്മൾ വായിക്കുമ്പോൾ 21-19 നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 13-6 നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 13-6 നമ്മൾ വായിക്കുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു, ഓരോരുത്തരും താന്താന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞ് വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇത് ഇസ്രായേലിനെ ഉപമിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ഇത് പറഞ്ഞിരിക്കുന്നത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ ശേഷം യഹൂദന്മാർ പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും അവര് ചിതറപ്പെട്ടു. കാരണം നമ്മുടെ നാട്ടില് വരെ വന്നു, മട്ടാഞ്ചേരിയിൽ ആ ഭാഗത്തൊക്കെ വന്നു. അവിടെ എല്ലാം വന്നു അവർ താമസം ഉറപ്പിച്ചു. കാരണം അവർക്ക് രക്ഷയില്ലായിരുന്നു. അവരുടെ സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ദൈവത്തെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവരുടെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ടും അവനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അവർ അംഗീകരിച്ചിട്ടില്ല. ഇനി യാഗം കഴിക്കുവാൻ വേണ്ടി 1948 ആയപ്പോഴേക്കും അവർക്ക് തോന്നൽ വന്നു തുടങ്ങി. അവരുടെ രാജ്യത്തേക്ക് അവർക്ക് തിരിച്ചു പോകണം. അവർക്ക് സ്വന്തമായി രാജ്യമുണ്ട്. അവരുടെ പിതാക്കന്മാർ അബ്രഹാം ഇല്ലേ, ദാവീദില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് ഒരു പടയോട്ടം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. 1948 അവരവിടെ കുടിയേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുടിയേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വന്തമാക്കുവാൻ ഇതുവരെയും കഴിയാതെ അവർ വളരെയധികം ആ രാജ്യത്തിൽ കടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളുമായി യുദ്ധം നടത്തിക്കൊണ്ട് അവരിങ്ങനെ ജീവിച്ച് കടന്നു പോകുന്നു. പല രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അവർ അവസാനം വിജയം കണ്ടെത്തുന്നു. കാരണം ദൈവം അവരുടെ മധ്യേ ഉള്ളത് കൊണ്ട് അവരിപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. വചനത്തിന്റെ സമാപ്തി. കാരണം അബ്രഹാമിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ദാവീദിനോടുള്ള സ്നേഹം, ഇങ്ങനെ അവരുടെ പിതാക്കന്മാരോടുള്ള സ്നേഹം, അവര് ദൈവത്തെ കണ്ടതുകൊണ്ട്, ദൈവത്തെ വിളിച്ചത് കൊണ്ട് ആ തലമുറയെ നശിപ്പിക്കാതെ ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവരെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അപ്പോ അവര് വളരുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ഉപമ പഠിക്കുക, അവർ വളരുന്നത് അനുസരിച്ചാണ് കർത്താവിന്റെ വരവെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അത് തളിർക്കുമ്പോൾ, അല്ലെ, അതിന്റെ കൊമ്പ് ഇളതായി അത് ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അതനുസരിച്ച് നോക്കുമ്പോൾ കർത്താവിന്റെ വരവായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ അത്തിവർഷം പ്രതിദാനം ചെയ്യുന്നതാണ്. അപ്പോൾ യേശു കർത്താവിന്റെ ഈ മുൻകൂട്ടിയുള്ള പ്രസ്താവന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണ്? അത്തിവർഷത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഇസ്രായേലിനോട് ഉപമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും. അപ്പോ ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമുക്ക് മനസ്സിലായി. കാണുമ്പോൾ അവൻ വാതുക്കൽ തന്നെ എന്ന്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാതുക്കൽ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര്? കർത്താവായ യേശു ക്രിസ്തു വാതുക്കലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 21:28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തല പൊക്കുവീൻ. അല്ലെ? അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 21:26 വായിക്കുന്ന, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്ത് എന്ത് സംഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവമാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാദേശത്തോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. അപ്പൊ നമ്മൾ ലജ്ജിക്കുകയല്ല. നമ്മൾ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുത്തവർ, അല്ലെങ്കിൽ കർത്താവിന്റെ രക്ഷയ്ക്കായി കർത്താവിനെ കാത്തിരിക്കുന്നവർ, അവന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടവർ, അവന് വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ സഭ, അവന്റെ മണവാട്ടിയായിരിക്കുന്ന സഭ എന്ത് ചെയ്യണം? നിവർന്ന് തല പൊക്കണം. ഇതൊക്കെ കാണുമ്പോൾ തല ഉയർത്തി നിൽക്കണമെന്ന് വളരെ വ്യക്തമായി വചനത്തിൽ പറയുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകേല. ഇത് ഏതാണ് ഈ തലമുറ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഗ്രീക്ക് പദം മനുഷ്യവർഗം ഇങ്ങനെ ചെയ്തിരുന്നത് ഇവിടെ അനുയോജ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്താണ് ഇവിടുത്തെ അർത്ഥം? ഇസ്രായേലിലെ മനുഷ്യവർഗം, അതായത് യഹൂദ ജനം നശിക്കപ്പെടുകയില്ലായിരിക്കുമെന്നാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് ഇത് സംസാരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന മുമ്പ് മരിച്ചുപോയി. അതായത് അവർ മരിച്ചുപോയി. അത് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ ഇനി ഉള്ള ആളുകളെ ഉദ്ദേശിച്ചായിരിക്കും, അല്ലേ? അപ്പോ 27-29 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരുടെ തലമുറയിലും നടന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലാണ് തലമുറ അർത്ഥമാക്കുന്ന യുഗാന്ത്യ ലക്ഷണങ്ങൾ കാണുവാൻ തുടങ്ങുമ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ എന്ന് നമുക്കത് അനുമാനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയെ ഉദ്ദേശിച്ചാണ്, അല്ലേ? സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോ ഈ തലമുറ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോ യഹൂദജനം നശിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകത്തില്ല. ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും എന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റമില്ലെന്ന് കർത്താവ് പറയുന്നത്. ദൈവം നൽകിയ ന്യായപ്രമാണം, തൻ്റെതായ വാക്കുകൾ, ഇവ രണ്ടും ദൈവവചനം തന്നെയാണെന്ന് എല്ലാ കാലവും നിലനിൽക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. എല്ലാം പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, വചനങ്ങൾ ഒന്നിനും ഒരു മാറ്റവുമില്ല. ഒരു നാളും ഒരു നാഴികയും സംബന്ധിച്ചോ ആ നാളും നാഴികയും. അപ്പൊ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? 36-ാമത്തെ വാക്യത്തിലാണ് വലിയ പ്രശ്നം കിടക്കുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ല, ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. അപ്പോ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി നിൽക്കുകയാണ്. കാരണം തന്റെ ദൈവത്വത്തിൽ മനുഷ്യത്വമുണ്ട്, ദൈവത്വവുമുണ്ട്. രണ്ട് ഇതുണ്ട്. പിതാവ് എന്ന് പറയുന്ന അവന്റെ ദൈവത്വത്തെയും മറ്റേത് അവന്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. പുത്രത്വം എന്ന് പറയുന്ന അവന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാളും നാഴികയെ സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല.
അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് താനിപ്പോൾ പുത്രത്വത്തിലാണ്. താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർമ്മം താൻ പൂർത്തീകരിക്കുക കഴിഞ്ഞ് മാത്രമേ തനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ, ആ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അവസാനം, അല്ലെങ്കിൽ ആ നാഴിക എപ്പോഴാണ് എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് 36-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 37-ാമത്തെ വാക്യത്തിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. അപ്പൊ നോഹയുടെ കാലം പോലെ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലുള്ള ജലപ്രളയമൊക്കെ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചതാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ അതുപോലെയാകാം എന്നുള്ളതാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത്. 38-ാമത്തെ ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറി നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, അല്ലെ? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറി നാൾ വരെയും അവൻ തിന്നും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോകുന്നു. അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു ജനറേഷൻ വരുന്നു, അടുത്ത ജനറേഷൻ പോകുന്നു, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് കർത്താവ് വന്നില്ല, അല്ലെ? കർത്താവ് എന്ന് വരും എന്നതിനെ കുറിച്ച് ആർക്കും അതല്ലേ മേളിലെഴുതിയിരിക്കുന്നത്, നാളോ നാഴികയോ സംബന്ധിച്ച് പിതാവിന് മാത്രം, അതായത് തന്റെ ദൈവത്വത്തിൽ മാത്രമേ തനിക്ക് അറിയത്തുള്ളൂ. താൻ മനുഷ്യനായി നിന്നുകൊണ്ട് അത് പറയുകയില്ല എന്നുള്ളതാണ് അവിടെ കുറിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ നോഹ പെട്ടകത്തിൽ കയറി നാൾ വരെയും അവിടെ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന എല്ലാവരെയും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അപ്പൊ എല്ലാവരും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെയും ഞങ്ങൾ ജീവിക്കുക, അടുത്ത തലമുറ വരും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്നവർക്കൊക്കെയും എന്താ പറയുക, അവർക്ക് പെട്ടെന്നായിരിക്കും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. കാരണം കർത്താവിന്റെ വരവ് പെട്ടെന്നായിരിക്കും, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അവര് അതുപോലെ തന്നെ, അല്ലെ? ജലപ്രളയം വന്നപ്പോ നോഹ എങ്ങനെയായിരുന്നു? ചെന്നെല്ലാവരോടും പറഞ്ഞു, ഇതിൽ കയറിയാൽ, അല്ലെ, താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ് രക്ഷപ്പെടുവാനായിട്ട് കർത്താവ് ഓരോ സുവിശേഷകരെ അയക്കും, അല്ലെ? ഇന്നത്തെ കാലത്ത് സുവിശേഷകരെ അയച്ചാലും പറയും മതം മാറ്റുന്ന ആൾക്കാരാണ് കൂടുതലും എന്ന് പറയും. പക്ഷെ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണ്. പക്ഷെ നോഹയുടെ കാലത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ പലരും പറഞ്ഞായിരിക്കും എന്റെ കൂട്ടത്തിൽ ചേർക്കാരായിരിക്കും, നിന്റെ ആൾക്കാരെ ആയിരിക്കും എന്നൊക്കെ പലരും നോഹയോടും പറഞ്ഞു കാണും ഇങ്ങനെ, അല്ലെ? അന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നോഹയോടും ഇങ്ങനെ പറഞ്ഞു കാണും, പറയാതിരിക്കുകയില്ല. കാരണം അതാണല്ലോ ലോകം അതൊക്കെ അല്ല, അതിനപ്പുറവും പറയും. കാരണം അവിടെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നോഹയും കുടുംബവും കുറച്ച് മൃഗങ്ങളും രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരെല്ലാം ആ ജലപ്രളയത്തിൽ നശിച്ചു പോയി എന്ന് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ആരെയും ഉപദ്രവിക്കാനല്ല വരുന്നത്, ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാനായിട്ടാണ് സുവിശേഷകർ വരുന്നത്, മതം മാറ്റാനല്ല. ഇങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഓരോരുത്തരെയും അതത് കാലങ്ങളിൽ അയക്കുന്നത് എന്തിനാണ്? രക്ഷപ്പെടുവാനുള്ള മാർഗത്തിന് വേണ്ടിയാണ്. കാരണം ഈ ഭൂമിയെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല, ഈ ഭൂമിയുടെ ചലനങ്ങൾ മാറ്റാൻ ആർക്കും കഴിയുകയില്ല. പറ്റുമോ? ഒരു മനുഷ്യനും കഴിയുകയില്ല. ഒരു മനുഷ്യൻ ജീവിക്കുന്നു, അടുത്ത മനുഷ്യൻ വരുന്നു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അടുത്ത മനുഷ്യൻ വരുന്നു, അവൻ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. ഈ ലോകത്തിന്റെ കാലഗതിയെ നിയന്ത്രിക്കാൻ കഴിയുമോ? അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാലങ്ങളെയും സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ, അല്ലെങ്കിൽ മനുഷ്യനെ നിർമ്മിച്ച ആ സൃഷ്ടിതാവിന്റെ തീരുമാനം എന്താണ് എന്നറിയിക്കുവാനാണ് സുവിശേഷകർ വരുന്നത്. അവർ സുവിശേഷം അറിയിച്ചിട്ട് കടന്നു പോകും. നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുത്തിട്ട് തിരിച്ചു പോകാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എവിടെ? കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഒരു പേടകത്തിൽ കയറണം. ആ പേടകത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം, പാപമോചനത്തിലുള്ള സ്നാനം സ്വീകരിക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കണം. എന്നാൽ മാത്രമേ പേടകത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യമാകത്തുള്ളൂ, പ്രിയ ജനമേ. അതുകൊണ്ട് ആ പെട്ടകത്തിലേക്ക് കയറുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജലപ്രളയത്തിൽ ആ ജനങ്ങൾ നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോകാതിരിക്കാനാണ് സുവിശേഷകരെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്, അല്ലാതെ മതം മാറ്റാനല്ല.
അങ്ങനെയുള്ള ചിന്താഗതികളാണ് മനുഷ്യരെ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള കാര്യം ഇക്കാരണത്തില് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ കഷ്ടം കൂടി വരികയാണ്, അല്ലെ? ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല, മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങൾ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പൊ അവിടെ ഓരോ വാക്യങ്ങളും എടുത്തു പറയുമ്പോ അന്ന് 2 പേർ, 2 പേരിൽ ഒരാളെ കൈക്കൊള്ളു, 2 പേരുണ്ടെന്ന് പറഞ്ഞു. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 41-ാമത്തെ വാക്യത്തിൽ 2 പേർ തിരുക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി എന്ന് പറഞ്ഞാൽ 2 പേരിൽ എന്ന് പറയുമ്പോൾ അവിടെ 2 സ്ത്രീകളെ കാണിക്കുന്നു. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പൊ ഉണർന്നിരിക്കണം, കർത്താവിന്റെ വരവിൽ ഉണർന്നിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് മാത്രമേ ഉണർന്നിരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച് അവനോടൊപ്പം അവനോടൊപ്പം ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ കർത്താവിന്റെ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെ ഉണർന്നിരിക്കാൻ പറ്റുക, അല്ലേ? അത് ഇച്ചിരി ഒരു പാടുള്ള കാര്യം തന്നെയാണ്, അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ഉണർന്നിരിക്കുന്ന കർത്താവിന്റെ കൂടെ തന്നെ ജീവിക്കണം, എന്നാൽ മാത്രമേ ഉണർന്നിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-13 വായിക്കുന്നു, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായി 25-13 പറയുകയാണ്, നിങ്ങൾക്ക് നാളും നാഴികയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് സുവിശേഷകരെ അയക്കും. അപ്പോൾ കർത്താവ് അനേകരെ അയക്കും, നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് അനേകരെ അയക്കും, അല്ലെ? മർക്കോസ് 13:37 നമ്മൾ വായിക്കുന്നു. 37-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. അപ്പോ പല സ്ഥലങ്ങളിലും ഉണർന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഫിലിപ്പിയർ 3:20 പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ കാത്തിരിക്കണം, ഉണർന്നിരിക്കണമെന്ന് പറയുന്നു. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നമ്മൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ വരവിനെ കുറിച്ച് കാത്തിരിക്കുന്നവരാകണം. 1 തെസ്സലോനിക്കർ 5:1 നമ്മൾ വായിക്കുമ്പോ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുള്ളവരും അല്ല. 6-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായി ഇരിക്കുക. അപ്പോ അവിടെ എഴുതിയ സുബോധമായി ഉണർന്നിരിപ്പ്, അല്ലെ? ഉണർന്നിരിക്കണം. തിത്തോസ് 2:13 നമ്മൾ വായിക്കുന്നു. തിത്തോസ് 2:13 നമ്മൾ വായിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭക്തികേടും മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നവിടെ കാണുന്നു. എബ്രായർ 9:28 നമ്മൾ വായിക്കുന്നു. 9-ാം അധ്യായം 28-ാമത്തെ വാക്യം,
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകും, അല്ലേ? അപ്പൊ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യം അവിടെ പറയുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. എത്രയോ ഭക്തിയും വിശുദ്ധരും ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. അപ്പൊ എന്താ നീതി വസിക്കുന്ന പുതിയ ആകാശം? ആരുടെ വാഗ്ദത്തമാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടുമുള്ള കാത്തിരിപ്പ് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്കും നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയില്ല. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളനെ പോലെ വരും. അത് ഞാൻ നേരത്തെ സംസാരിച്ചതാണ്. ആ നാഴികയോ സമയമോ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഒരുങ്ങേണ്ടവരാണ്, നമ്മൾ കാത്തിരിക്കേണ്ടവരാണ്, അല്ലെ? നമ്മൾ ഉണർന്നിരിക്കേണ്ടവരാണ്. അപ്പോ ദൈവവചനത്തിൽ ഉണർന്നിരിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി, അവന്റെ നീതിയുള്ള രാജ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്കെല്ലാം അനുഗ്രഹപ്രദമായെങ്കിൽ എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.